വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, നന്ദി യേശുവേ. രണ്ടു മൂന്ന് പ്രാവശ്യം പെന്തിക്കോസ് യോഗത്തിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താണോ താനിപ്പോൾ പെന്തിക്കോസിൽ പോകുന്നത്? എന്നെ പറഞ്ഞു, അതിനെന്താ അച്ഛൻ കുഴപ്പം? എൻ്റെ കൊച്ചു സൗഖ്യമില്ലായിരുന്നപ്പോൾ അച്ഛനോട് വന്നില്ലല്ലോ. അവരാ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് സൗഖ്യമായി, ഞാൻ പോകും. താൻ പോവുകയാണെങ്കിൽ തിരുസഭയിൽ നിന്ന് മുടക്കും എന്നാ അങ്ങ് മുടക്ക്. എന്നിട്ട് പാസ്റ്റർ അടുത്ത് പറയും, പാസ്റ്ററെ അച്ഛൻ വീട്ടിൽ വന്നായിരുന്നു, എന്നെ മുടക്കുമെന്ന് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. എന്നാ പാസ്റ്ററെ അടുത്ത സ്നാനം? അങ്ങനെ സ്നാനപ്പെട്ട എത്രയോ പേര് നമ്മുടെ സഭയിലുണ്ട്, അച്ഛനോട് മുടങ്ങി സ്നാനപ്പെട്ടവർ. അനുതാപം ഉണ്ടായിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല, അവർക്ക് ദൈവകൃപ അനുഭവിക്കാൻ കഴിയത്തില്ല. യഥാർത്ഥത്തിലുള്ള അനുതാപം, അതിൻ്റെ ആദ്യത്തെ പടി എന്താണെന്നറിയാമോ? ദൈവഭയം. ദൈവഭയം ഉണ്ടായിട്ട് ദൈവസന്നിധി നിൽക്കാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കുന്ന, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ്. എൻ്റെ പാപങ്ങളെ ശിക്ഷിക്കാൻ ദൈവത്തിന് പൂർണ്ണ അധികാരമുണ്ടെന്നുള്ള തിരിച്ചറിവ്. ആ ഏറ്റുപറച്ചിൽ, കർത്താവേ ഞാനൊരു കൊടും പാപിയാണെന്ന് പറയുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ഞാനൊരു മര്യാദ പാപിയാണെന്ന് പറയുന്നവന് ഒരിക്കലും പാപബോധം ഉണ്ടാകത്തില്ല. ഞാൻ ഒരു കൊടും പാപിയാണ്. നമ്മുടെ ഏറ്റവും ചെറിയ പാപം പോലും നിത്യ നരകത്തിലേക്ക് നമ്മളെ തള്ളിയിടാൻ പര്യാപ്തമാണെങ്കിൽ നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്ക് പോലും പ്രസക്തമല്ല. ഹല്ലേലൂയ. ഒരു വലിയ അനുതാപം ഈ കള്ളൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. അവൻ്റെ എല്ലാ അവസ്ഥയിലും അവനൊരു അധർമ്മിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ പാപം നമ്മൾ തിരിച്ചറിയണം. 51-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നമ്മുടെ ഒരു വലിയ പ്രശ്നം എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നില്ലെന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പറയുന്നില്ല ഞാനൊരു പാപിയാണെന്ന്. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. കത്തോലിക്ക സഭയിൽ നമ്മുടെ കുമ്പസാരത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണല്ലോ, മേയാ കുൾപ്പ, മേയാ കുൾപ്പ, മേയാ മാക്സിമ കുൾപ്പ. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകുന്നത്. അച്ഛൻ്റെ മുമ്പിൽ നിന്ന് വെറുതെ വർത്തമാനം കൊണ്ട് പറഞ്ഞ കാര്യമില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പിഴ, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്നറിയാമോ? ചിലപ്പോൾ നമ്മൾ ആളുകൾ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞതാണോ, എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന്. ഞാൻ പറഞ്ഞതാണോ, ചീത്ത വിളിച്ച കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതാണോ, എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന്. അതായത് എൻ്റെ കുറ്റമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഓരോ പാപത്തിന് ശേഷവും നമ്മൾ പറയുന്നത് എന്താണ്? അത് എൻ്റെ കുറ്റം അല്ല എന്നാണ്. പക്ഷേ ഈ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ അനുതപിച്ചവനായ ഈ കള്ളൻ പറയുന്ന കാര്യം, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. നമ്മളോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ന്യായമായിട്ട് എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മൾ ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ആഴമുള്ള അല്ലെങ്കിൽ അർത്ഥം നമ്മൾ ഗ്രഹിക്കാതെ വായിച്ചു പോകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദാവീദ് പറയാണ്, കർത്താവേ നീ എന്നോട് വാദിച്ചാൽ എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ നീതിമാനാണെന്ന്. സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ്. നീ എന്നെ എന്ത് ശിക്ഷ വിധിച്ചാലും എനിക്കൊരിക്കലും നിന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല അത് നീതിയല്ല എന്ന്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ആര് വിധിക്കുമ്പോൾ? കർത്താവ് എന്നെ എന്ത് ശിക്ഷ വിധിച്ചാലും. പ്രിയമുള്ളവരെ, എൻ്റെ പാപങ്ങളെ നോക്കിയിട്ട് കർത്താവ് എനിക്ക് എന്തോ ശിക്ഷ വിധിച്ചാലും, എന്നെ അവൻ നിത്യ നരകത്തിൽ തള്ളിയിട്ടാലും ദൈവം നീതിമാനാണ്. അവനെന്നെ എന്തും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിനോട് ഇറ്റ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇഫ് ഐ സേ ഇറ്റ്, അത് നീതിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് പാപബോധം ഉണ്ടായിട്ടില്ലെന്നാണ്. ദാവീദ് പറയാണ്, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നീ നിർമ്മലനായി ഇരിക്കേണ്ടത് തന്നെ. കർത്താവേ, നീ എന്നെ എന്ത് ദുരന്തത്തിലേക്ക് തള്ളിയിട്ടാലും എത്ര വലിയ ശിക്ഷ എനിക്ക് നൽകിയാലും അതെല്ലാം എങ്ങനെയുള്ളതാണ്? ന്യായമായ ശിക്ഷയാണ്. നീ എന്നെ ഒരിക്കലും അന്യായമായി ശിക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ശിഷ്യന്റെ പ്രത്യേകത. അവന്റെ ശിക്ഷ ന്യായമെന്ന് അവൻ ഏറ്റുപറഞ്ഞു. ന്യായമെന്ന്. ഒന്ന്, അവൻ അധർമ്മിയാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. രണ്ട്,
എന്ത് ശിക്ഷ ഇനി അവന് ലഭിച്ചാലും അതെല്ലാം ന്യായമാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. അവൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നല്ല, ഞാൻ അരുതാത്തതൊന്നും ചെയ്തില്ല. അവൻ അവനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് അവൻ പറയുന്ന കാര്യം എന്തെന്നറിയാമോ? അടുത്തതാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ അരുതാത്തത് ചെയ്തു, എന്നാൽ യേശു നിർദോഷിയാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. നമ്മുടെ മാനസാന്തരത്തിന്റെ പല പടികളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവ സാന്നിധ്യത്തിൽ അവൻ ഭയന്ന് വിറച്ചു. യേശു ദൈവമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഞാൻ അധർമ്മിയാണെന്ന് അവൻ പറഞ്ഞു. എന്ന് തന്നെയല്ല, എനിക്ക് ലഭിക്കുന്ന ഏത് ശിക്ഷയും ന്യായമാണെന്ന് അവൻ സമ്മതിച്ചു. മൂന്നാമത് എന്താണ്? യേശു നിർദോഷിയാണെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ വീണ്ടെടുപ്പുകാരനാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നത്. യേശു ദോഷമുള്ളവനാണെന്ന് അവൻ പറഞ്ഞായിരുന്നെങ്കിൽ യേശുവിൻ്റെ മരണം ഒരിക്കലും എന്താകത്തില്ല, അവന് വീണ്ടെടുപ്പിന് കാരണമാകത്തില്ല. അതുകൊണ്ട് ഇവൻ കൂട്ടുകാരനോട് പറയാണ്, അവൻ നിർദോഷിയാണ്, അവൻ ദോഷമില്ലാത്തവനാണ്, അവൻ എൻ്റെ പാപത്തിന് പകരം മരിക്കാൻ യോഗ്യതയുള്ളവനാണ്. അതായത് ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്, അവൻ മരണത്തിന് യോഗ്യനല്ല. എന്നാൽ അവൻ നിർദോഷിയായതുകൊണ്ട് എനിക്ക് പകരം മരിക്കാനുള്ള യോഗ്യത ആർക്കുണ്ട്? യേശുവിനുണ്ട് എന്ന് അവൻ ഏറ്റുപറഞ്ഞു. അടുത്തത്, ഇവനാണ് എനിക്ക് പകരം മരിക്കുന്ന മശിഹ എന്നുള്ളത്, തന്നെ രക്ഷിക്കാൻ ദൈവം അയച്ച മശിഹയാണ് എന്നുള്ളത് അവൻ ഏറ്റുപറഞ്ഞു. യേശുവിനെ നോക്കിയിട്ട് അവന് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ഈസ് ഗാഡ്. അത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ അന്ത്യം ക്രൂശാണെന്നാണ് അവൻ ചിന്തിച്ചത്. പക്ഷെ യേശുവിൻ്റെ അന്ത്യം ക്രൂശല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് അവൻ പറയാൻ കാര്യം, യേശു രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നവൻ ഏറ്റുപറയുകയാണ്. നോക്ക്, ക്രൂശിൽ കിടക്കുന്ന ഈ കള്ളൻ ഒരു പുസ്തകം പോലും വായിക്കാതെ, ഒരു പ്രസംഗവും കേൾക്കാതെ യേശുവിനെ കുറിച്ചുള്ള സകല സത്യങ്ങളും തിരിച്ചറിയുകയാണ്. അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നും അവൻ ചിന്തിച്ചാൽ, അവൻ നിശ്ചയിച്ചാൽ എന്നെയും അവൻ്റെ രാജ്യത്തിൻ്റെ പ്രജയാക്കാൻ കഴിയുമെന്നും അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തിരിച്ചറിയുകയാണ്. യേശു രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നുള്ള അവൻ്റെ ആ ഉറപ്പൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഉപദേശിമാർക്ക് പോലും ഇല്ലാത്തത്ര ഉറപ്പ് ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളനുണ്ട്. എന്ത്? യേശു രാജത്വം പ്രാപിച്ച് മടങ്ങി വരും എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു മിഷണറി പറഞ്ഞതാണ്, ഒരു പരസ്യയോഗത്തിന് ഒരാൾ പ്രസംഗിച്ചു, യേശു രാജാവായി വേഗം വരുന്നു എന്ന്. ഈ മിഷണറി അദ്ദേഹത്തെ കണ്ടു ചോദിച്ചു, വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്ന കേട്ടായിരുന്നല്ലോ, യേശു രാജാവായി വേഗം വരുമെന്ന്. എന്നിട്ട് ഉപദേശിയുടെ ജീവിതം എങ്ങനെയാണ്? മോനെ, അതൊക്കെ അല്ലാതെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? അതൊക്കെ വേദത്തിൽ എഴുതിയിട്ടുള്ള കാര്യമല്ലയോ? നമ്മളത് പ്രസംഗിക്കുന്നു. ഞാൻ പറഞ്ഞത് ഭയങ്കര സങ്കടത്തോടെയാണ്. തങ്ങൾ വിശ്വസിക്കുന്നതല്ലാത്ത പ്രസംഗിക്കുന്ന പ്രസംഗകരെ കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്. യേശു മടങ്ങി വരുമെന്നുള്ള വിശ്വാസം, യേശു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കുമോ? ഈ പ്രസംഗിക്കുന്നവൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കുമോ? നമ്മുടെ കൺവെൻഷനുകളിലും മറ്റും വലിയ വലിയ ആഴത്തിലുള്ള വലിയ ദൈവശാസ്ത്രം പറയുന്നവരായ ആളുകൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഇപ്പം അങ്ങനെ പ്രസംഗിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ ജീവിതം? നമ്മളുടെ സഭകളിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ നമ്മുടെ ജീവിതം? നമ്മുടെ ലൈഫ് കൊണ്ടാണ് നമ്മൾ മറുപടി പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്നെ രക്ഷിക്കാൻ യേശുവിന് കഴിയും എന്നവൻ വിശ്വസിച്ചു. എന്ന് തന്നെയല്ല, രക്ഷിക്കാൻ കഴിവുണ്ടെന്ന് മാത്രമല്ല, അതിനവന് മനസ്സുണ്ടെന്നും അവൻ വിശ്വസിച്ചു. യേശുവിൻ്റെ എബിലിറ്റിയിൽ മാത്രമല്ല, അവൻ്റെ ക്യാരക്ടറിലും ഈ കള്ളൻ വിശ്വസിച്ചു. യേശുവിൻ്റെ കഴിവിൽ മാത്രമല്ല, യേശുവിൻ്റെ സ്വഭാവത്തിലും അവൻ വിശ്വസിച്ചു. അവനോട് കരഞ്ഞപേക്ഷിച്ചാൽ അവൻ വിളി കേൾക്കുന്നവനാണെന്നും അവൻ ഉത്തരം നൽകുന്നവനാണെന്നും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ വിശ്വസിച്ചു. ചിലപ്പോൾ ആളുകളൊക്കെ പറയാറുണ്ട്, ക്രൂശിൽ കിടക്കുന്ന കള്ളൻ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ഓർത്ത് അവനെ കൊണ്ടുപോയി. അത്രയൊക്കെ ഉള്ളു ബ്രദറെ, വളരെ ഈസിയാണെന്ന്. പക്ഷേ എന്നെ ഓർക്കണമേ എന്ന് അവൻ പറഞ്ഞ ഒരൊറ്റ വാചകത്തിൻ്റെ പിന്നിൽ എത്രയെത്ര ആത്മീക യാഥാർത്ഥ്യങ്ങളിലൂടെ ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ കള്ളൻ കടന്നുപോയി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാതെ ചുമ്മാ എന്നെ ഓർത്തോണെന്ന് പറഞ്ഞതല്ല. അവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ രാജത്വത്തെക്കുറിച്ചുള്ള അവൻ്റെ തിരിച്ചറിവ്, യേശു രാജാവാണെന്നുള്ള തിരിച്ചറിവ്, അവൻ്റെ മുകളിൽ കുറ്റസംഗതി എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള ആ യാഥാർത്ഥ്യം ഹൃദയത്തിൻ്റെ ആഴത്തിൽ വിശ്വസിച്ച് താനൊരു പാപിയാണെന്നും തൻ്റെ പാപം അതിൻ്റെ ശിക്ഷ ന്യായമാണെന്നും യേശു നിർദോഷിയാണെന്നും അതുകൊണ്ട് യേശുവിന് എനിക്ക് പകരം മരിക്കാൻ കഴിയുമെന്നും അവൻ രാജാവാണെന്നും അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നും
അവൻ മടങ്ങി വരുമ്പോൾ എന്നെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തിൽ എന്നെ ചേർക്കുവാൻ അവന് കഴിവുണ്ടെന്നും ഞാൻ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കുമെന്നും അവൻ കരുണയുള്ളവനാണെന്നും അവൻ്റെ ക്യാരക്ടറിലും ഉള്ള വിശ്വാസം. കള്ളൻ്റെ വിശ്വാസം ചെറിയ വിശ്വാസമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ക്രൂശിലെ കള്ളൻ്റെ വിശ്വാസം ഒരു ചെറിയ വിശ്വാസമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ക്രൂസൈഡ് കഴിയുമ്പം ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു ടിക്ക് എന്ന് പറഞ്ഞൊരു ശരിയിടും ഒരു കോളം പൂരിപ്പിക്കുമ്പോഴത്തേക്ക് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. അനുതാപമില്ലാതെയും മാനസാന്തരമില്ലാതെയും ദൈവകൃപ അനുഭവിക്കാതെയും ദൈവഭയമില്ലാതെയും സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന മാനസാന്തരപ്പെടാത്ത വിശ്വാസികൾ, വീണ്ടും ജനിക്കാത്ത വിശ്വാസികൾ, ഇത് നിങ്ങളൊന്ന് ഗ്രഹിക്കണം, ഇതൊന്ന് തിരിച്ചറിയണം. എവിടെയാണ് പ്രശ്നം? ക്രൂശ് കണ്ട്, യേശു ക്രൂശിൽ കിടക്കുന്നത് കണ്ടിട്ട് വരുന്നവന്റെ വിശ്വാസവും യേശു മീൻ കൊടുക്കുമ്പോൾ, യേശു അപ്പം കൊടുക്കുമ്പോൾ വരുന്ന അത് കണ്ടുവരുന്നവന്റെ വിശ്വാസവും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായി യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മധ്യത്തിൽ ഇരിപ്പാനായിട്ട് ഞാൻ കാംക്ഷിച്ചു എന്ന് പറയുന്നത്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ്. അവൻ യേശുവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു. അവന് കഴിവുണ്ടെന്നും അവന് കരുണയുണ്ടെന്നും അവൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് എന്നെയും ഓർക്കണമേ എന്ന് പറയുന്നത്. അവൻ പറഞ്ഞില്ല, കർത്താവേ ഏതാണെന്ന് നീ മരിച്ചല്ലോ, നിനക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ, ഞാനിവിടെ വരാം നിന്റെ കൂടെ. പലരുടെയും ഇടപാട് കണ്ടു കഴിഞ്ഞാൽ യേശുവിനൊരു ഉപകാരം ചെയ്യുന്നത് പോലെയാണ് പറയുന്നത്, ഞാനിവിടെ വന്നേക്കാം, ഞാനിവിടെ രക്ഷിക്കപ്പെട്ടേക്കാമെന്ന്. നമ്മുടെയൊക്കെ പ്രസംഗം കേട്ടാലും നമുക്ക് പലപ്പോഴും തോന്നുന്നത് എന്നറിയാമോ, യേശുവിന് ആരും ഇല്ലാതിരിക്കുകയല്ലയോ പാവം, എന്നാൽ പിന്നെ പോയേക്കാം അവൻ്റെ കൂടെ എന്ന്. നമ്മൾ ചിലപ്പോൾ പാട്ടും പാടി കടന്നു വാ, പാട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ല, യേശു നിന്നെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പുറത്തവൻ നിൽക്കുകയല്ലയോ, മുട്ടിക്കൊണ്ടിരിക്കുകയല്ലയോ, എത്ര നേരമായിട്ട് മുട്ടുന്നു, ഒന്ന് തുറന്നു കൊടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം പുറത്ത് എത്ര നേരമായിട്ട് നിൽക്കുന്നു, മഞ്ഞും മഴയൊക്കെ ഏറ്റ്, എന്നാൽ പിന്നെ തുറന്നു കൊടുത്തേക്കാം. അങ്ങനെ യേശുവിന്, ഞാൻ തമാശയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാലും യേശുവിനൊരു ഔദാര്യം ചെയ്യുന്നത് പോലെയാണ് അരക്കൈ പൊക്കി ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത്. ഇതൊരു വലിയ പ്രോബ്ലമാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ യേശുവിന് നിങ്ങളൊരു ഔദാര്യം ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് പലരും കടന്നുകൂടിയിരിക്കുന്നത്. കാര്യം നമ്മൾ പ്രസംഗിക്കുന്നതാണ്. പലരുടെയും സുവിശേഷ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ചിലവാകാത്ത വ്യാജമരുന്ന് വിൽക്കുന്നത് പോലെയാണ്. കർത്താവിനെ അംഗീകരിക്കാൻ ലഭിക്കുന്ന ഒരു പദവി, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു ഒരിക്കലും എന്തെങ്കിലും കാണിച്ച് ഒരാളെയും കൊണ്ടുവരാത്തതിൻ്റെ കാരണം അതാണ്. വന്നു കഴിഞ്ഞാൽ അവൻ കളി കളിക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ സഭയിലൊക്കെ പറ്റിയ പ്രശ്നം. വീണ്ടും ജനിക്കാത്ത സഭയ്ക്കകത്ത് കടന്നുകൂടിയവരാണ് ഈ സഭ മുഴുവൻ നശിപ്പിച്ചത്. മാനസാന്തരം ഉണ്ടാകാത്ത സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയവരാണ് ഈ സഭ മുഴുവൻ നശിപ്പിച്ചു കളയുന്നത്. യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി വന്നവൻ പിറ്റേ ദിവസം കസേര കളിക്കാൻ പോകത്തില്ല. യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി വന്നവൻ സഭയിൽ വഴക്കുണ്ടാക്കത്തില്ല. യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി വന്നവൻ എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നില്ലെന്ന് പറഞ്ഞ് സഭ വിട്ടു പോകത്തില്ല. അവരെ സ്വീകരിക്കാൻ അപ്പുറത്ത് പിന്നെ ആൾ നിൽപ്പുണ്ടല്ലോ. പണ്ടാരെ പറഞ്ഞതുപോലെ പൗലോസ് പറഞ്ഞു, അവനെ ജനസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചെന്ന്. ജനസംഹാരത്തിനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരത്തിനായി എന്ന് ചിന്തിച്ചാൽ മതി. മാനസാന്തരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു. ഇന്നിപ്പോൾ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. സാത്താൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പേ അടുത്ത സഭക്കാരൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. നമ്മൾ ജനസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കാനൊക്കെ നോക്കിയാൽ സാത്താൻ്റെ കൈ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അടുത്ത സഭക്കാരൻ പിടിച്ച് സെക്രട്ടറിയാക്കി എന്നിരിക്കും. എന്തോ ചെയ്യും? ഇതൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കാരണം എന്നറിയാമോ, നമ്മളൊക്കെ യേശുവിന് ഔദാര്യം ചെയ്യുന്നു എന്നുള്ള ചിന്തയോടുകൂടെയാണ് കർത്താവിൻ്റെ പുറകെ പോയത്. അവൻ്റെ കരുണ, അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ. ആ കള്ളൻ കർത്താവിനോട് പറയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. പ്രിയമുള്ളവരെ, നമ്മൾ അവൻ്റെ മുമ്പിൽ ഒരു രീതിയിലും ചെന്ന് പറയാൻ പറ്റുകയില്ല. ഐ എം വർതി എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കുമ്പോൾ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ഐ എം വർതി എന്ന് പറയുന്നത്, ഞാൻ ഇവനെ പോലെയല്ല, ഞാൻ പിടിച്ചു പൊളിക്കാരനല്ല, ഞാനൊരു മര്യാദ പാപിയാണെന്ന് പോലും അവൻ പറയുന്നില്ല. ഞാനൊരു മര്യാദ പാപി. ആ പരീശൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താ പറയുന്നത്? പരീശൻ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പറയുന്നത് ഞാൻ ആരാണെന്നും ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്നുമാണ്. നമ്മളും ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പറയുന്നത്, കർത്താവേ ഞാൻ ഇന്നാരെ പോലെ അല്ല, ഞാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഒരു മര്യാദ പാപിയായിട്ട് ജീവിക്കുകയായിരുന്നല്ലോ, എന്നെപ്പോലെ പിന്നെ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. 1 വട്ടം ഉപവസിക്കണമെന്നേ ഉള്ളൂ യഹൂദന്മാർ, പ്രത്യേകിച്ച് പരീശന്മാർക്കൊക്കെ 1 വട്ടം ഉപവസിച്ചാൽ മതി. പക്ഷേ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. ഞാൻ എല്ലാം കൊടുത്തു. ഞാൻ
ഹീ ഈസ് ടെല്ലിങ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവൻ ദൈവസന്നിധി ചെന്ന് പറയുകയാണ്. അവൻ ആരാണെന്നും അവൻ ചെയ്യുന്നത് എന്താണെന്നും. ഇത് തന്നെയല്ലേ നമ്മുടെ എല്ലാം പ്രാർത്ഥന. ഈ പരീശൻ പ്രാർത്ഥിക്കുന്നത് എന്ത് വ്യത്യാസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറിപ്പോകുന്നു. അവിടെയാണ് യേശുവിൻ്റെ ക്രൂശിലെ രണ്ടാമത്തെ മൊഴിയുടെ പ്രസക്തി. നമ്മൾ ആ കള്ളനെ പോലെ മനസ്സ് തകർന്നവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാത്തിടത്തോളം കാലം നമ്മളവൻ്റെ കൂടെ പറുദീസയിലിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. വാട്ട് വി നീഡ് ഈസ് എ ബ്രോക്കൺനെസ് ഓഫ് അവർ ഹാർട്ട്. ഹൃദയ തകർച്ചയാണ് ആവശ്യം. നമ്മളൊരു പക്ഷേ സഭയിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി കാണും. നിങ്ങൾ സ്വർഗത്തിൽ പോയില്ലയോ എന്ന് വിധിക്കാനൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഒരു ഹൃദയ തകർച്ച നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമായിരിക്കുന്ന ഒരു ബ്രോക്കൺനെസ് ആണ്, ഒരു തകർച്ച. നമ്മുടെ ജീവിതത്തെ ഓർത്ത്, നമ്മുടെ പാപങ്ങളെ ഓർത്ത്, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് കർത്താവ് ഒരു പക്ഷേ നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കാണുമെങ്കിലും പക്ഷേ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്, കർത്താവേ എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഐ എം എ സിന്നർ. എന്നെ നീ എന്ത് ചെയ്താലും അത് നീതിയായിരിക്കും. എനിക്കൊരിക്കലും നിന്നോട് പറയാൻ കഴിയില്ല നീ എന്നോട് അനീതിയായി പ്രവർത്തിച്ചെന്ന് എന്ന് പറയാനായിട്ട് കഴിയുമോ? അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു അപേക്ഷ. നീതിമാനെന്ന് തങ്ങൾ തന്നെ ചിന്തിക്കുന്നതായ പരീശൻ നിന്നുകൊണ്ട് അവനെ തന്നെ നീതിമാനായി കണക്കാക്കുമ്പോൾ ചുങ്കക്കാരനെ നോക്ക്, അവൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമേ ഉള്ളൂ, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. കരുണ. ദൈവസന്നിധിയിൽ ഒറ്റ കാര്യമേ നമുക്ക് ചെല്ലാനുള്ളൂ. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ഭൂമിയിൽ നമുക്ക് ചെല്ലാനായിട്ട് ദൈവത്തിൻ്റെ സിംഹാസനമായി ഒന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് കൃപാസനമെന്നാണ്. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ അത് നമുക്ക് വേണ്ടി അവൻ തുറന്നു വെച്ച് തന്നിരിക്കുകയാണ്. ക്രൂശിൻ സ്നേഹം ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, പാവനമേ ക്രൂശിൻ സ്നേഹം ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, പാവനമേ വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഒരു നറുപ്പൂവിനെ ഞെരിച്ചമർത്തും പോലെ നിന്ദേഹം ക്രൂരമായി തകർത്തുവോ. കാൽകരം തുളച്ച കാരിരുമ്പാണിയിൽ ദൈവത്തിൻ കുഞ്ഞാടെ നീ പിടഞ്ഞോ. സാക്ഷാൽ നീ എൻ്റെ വേദന ചുമന്നു, നിന്നടിപ്പിണരിൽ ഞാൻ സൗഖ്യമായി. എൻ സമാധാനത്തിൻ
നീ വഹിച്ചു നിന്നീണത്താൽ ഞാൻ